ജോബിയെ ക്ഷണിച്ചുകൊണ്ട് നാം തക്ക സമയത്ത് അവൻ വിധി നിർത്തുന്നതായിരിക്കും. ദൈവത്തിനെ നയിക്കുന്ന പോലെ അവൻ നമ്മോട് സംസാരിക്കാൻ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വർഷം കാണുവാൻ? ആമേൻ. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ വർഷമാണ്. ഇയർ ഓഫ് ഗോഡ്സ് ഗ്ലോറി. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? 2016 ആമേൻ. എല്ലാ വർഷവും നമ്മൾ 2016 ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ 9 വന്നു. ഈ വർഷം 2017 കൂട്ടുമ്പോൾ 10 വരും. ബിബ്ലിക്കൽ ന്യൂമറോളജി. ആമേൻ. 10 പൂർണ്ണതയാണ്, പെർഫെക്ഷൻ. ആമേൻ. കംപ്ലീഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം, ഫിനിഷിംഗ് ആയിരുന്നു. ഈ വർഷം അത് പെർഫെക്റ്റ് ആക്കും. ആമേൻ. ദേവദാസൻ പറഞ്ഞ വചനം എന്റെ ഹൃദയം നന്ദിയാന്ന് പറയാ. കാര്യം ഞാൻ ഈ യശയ്യാവ് 60 ഇങ്ങനെ അടയാളം ഇട്ട് വെച്ചാൽ വെറുതെ എഴുതി വെച്ചാൽ രാജുബ്രദർ മെസ്സേജ് എടുത്തോണ്ടിരുന്നപ്പോ ദൈവം തന്ന വാക്യങ്ങൾ പെട്ടെന്ന് കുറിച്ചുകൊണ്ടിരിക്കുക. ഈ വർഷത്തെ കീ വാക്യം പരിശുദ്ധാത്മാവ് അത് തന്നെ ദേവദാസനോട് സംസാരിച്ചു. ഒന്നുകൂടെ വായിക്കാം. യശയ്യാവ് 60 1-2. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടും. ആമേൻ. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രകാശിക്കും. ഇന്ന് രാത്രികാലം ഇത് പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ദൂതാന്ന് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇതിനോട് കോർഡിനേറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവ് കുറെ വാക്യങ്ങൾ തരുവാനിടയായി. ആമേൻ. ആമേൻ. ഒരു വാക്യം വായിക്കാം. ആമേൻ. വചനത്തില് ആമേൻ 10കൾക്ക് യേശു തന്നെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 10 കൽപ്പനകളുണ്ട്. ആമേൻ. യേശു തന്നെ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് 10 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. ആമേൻ. യേശു ഉദാഹരണങ്ങൾ എടുത്ത് സംസാരിച്ചപ്പോൾ, അതായത് ആമേൻ, അവൻ പറയുമ്പോൾ 10 കന്യകമാരുടെ ആമേൻ ഒരു ഉദാഹരണം പറയുന്നു, അല്ലെങ്കിൽ പാരബിൾസ് പറയുന്നു. ആമേൻ. 10 താലന്തുകളെ പറ്റി വചനം പറയുന്നു, 10 കുഷ്ഠരോഗികളെ പറ്റി. അവൻ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ 10 ഒത്തിരി പൂർണ്ണത, കംപ്ലീഷൻ. ആമേൻ. ഇന്ന് രാത്രികാലം ദേവദാസൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തില് സമാപ്തി വരുത്തിയ ഒരു ദൈവം, ഫിനിഷിംഗ് ഒരുക്കിയ ഒരു ദൈവം, അതിന്റെ തേജസ് അവൻ വെളിപ്പെടുത്തും, അവന്റെ മഹത്വം അതിന്മേൽ അവൻ വെളിപ്പെടുത്തും. ആമേൻ. നമ്മുടെ ജീവിതത്തില് ഒരു കംപ്ലീഷൻ വന്നു കഴിയുമ്പോൾ ആമേൻ അതിൽ മഹത്വം എടുക്കുന്നത് ദൈവം. ആമേൻ. അവൻ പറയുന്നത് സകലതും അവനായിട്ടും അവന് വേണ്ടിയിട്ടും അവൻ ചെയ്തിരിക്കുന്നു. ആമേൻ. 10 ദൂതുകൾ, 10 വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ഈ ഈ വർഷത്തോടനുബന്ധിച്ച് നിങ്ങൾ തരുവാനിടയായി 10 വാക്യങ്ങളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ജീവിതത്തിന് ഈ വർഷം 10 വാക്യം കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആമേൻ ആമേൻ ഞാൻ ദൈവം എനിക്ക് ആവശ്യം നിങ്ങൾ അത് നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അപ്രകാരം വിശ്വസിക്കണം. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-5 എന്തുകൊണ്ട് ഈ ഫിനിഷിംഗിലേക്ക് ഞാൻ സമാപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ട് ഈ 2016 യഹോവയുടെ തേജസ് അതിന്മേൽ ഉദിപ്പിക്കുമെന്നുള്ള വചനത്തിന് വളരെ സ്ട്രോങ് ആയിട്ട് പരിശുദ്ധാത്മാവ് തന്നൊരു വചനമാണ്. യേശു തന്നെ സംസാരിക്കുന്ന ഭാഗമാണ്. ആമേൻ. അവനാ നമ്മുടെ ആധാരം. ഇന്ന് രാത്രികാലം വായിക്കാം. ജോൺ 17:4-5. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു വരിക്കുന്നു. കാൽവരി ക്രൂശിൽ അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആമേൻ. അടുത്ത വായിക്കാം. ഇപ്പോൾ പിതാവേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആമേൻ. ഇന്ന് രാത്രികാലം യേശു പറയും, പിതാവേ എന്നെ ലോക സ്ഥാപനത്തിനു മുമ്പേ നിന്റെ കൂടെ എനിക്കുണ്ടായിരുന്ന അതേ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണം. ഇന്ന് രാത്രികാലം ഓർത്തു അവൻ പറഞ്ഞു, ഞാൻ നീ അയച്ച പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് തന്ന വാഗ്ദത്തങ്ങൾ, സമാപ്തികൾ അവൻ അത് ചെയ്യും. ഇനി അടുത്തത് നടക്കേണ്ടത് അവന്റെ തേജസ്, അവന്റെ മഹത്വം വെളിവാകേണ്ടതായിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രികാലം ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയ. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മാവ് ഹബക്കൂക്കിലൂടെ നമുക്ക് രണ്ടാമതായി നമ്മളെ ഉറപ്പിക്കുവാൻ ഒരു വചനം തന്നായിരുന്നു. ഹബക്കൂക്കിൽ പറഞ്ഞു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആമേൻ. ആമേൻ. ഈ വർഷവും അതേപോലെ പരിശുദ്ധാത്മാവ് ഇതിനെ സപ്പോർട്ട് ചെയ്യുവാൻ വീണ്ടും ഒരു വാക്യം എന്റെ ഹൃദയത്തിൽ തരുവാനിടയെ ഹബക്കൂക്കിൽ തന്നെ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ആമേൻ. ആമേൻ. വെള്ളം ദൈവത്തിന്റെ സമ്പൂർണ്ണതയാൽ നിറഞ്ഞിരിക്കുന്നത് പോലെ വാക്യം വായിച്ചാട്ടെ. ആമേൻ. ഹബക്കൂക്ക്
സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് ആമേൻ. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ ആമേൻ. യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവേദന വ്യക്തമായി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നിന്റെയും എന്റെയും ജീവിതത്തിൽ അവന് മഹത്വപ്പെടുവാൻ സമയമായിട്ടുണ്ട്. നിന്റെയും എന്റെയും ജീവിതത്തിലെ യഹോവയുടെ തേജസ് ഉദിപ്പിച്ചിരിക്കുക. ഇത് വിശ്വസിക്കണം. ആമേൻ. ഇതിനോടനുബന്ധിച്ച പരിശുദ്ധാത്മ ഒരു 10 വാക്യങ്ങൾ, 10 വചനങ്ങൾ, അത് യെശയ്യാവ് 60 തന്നെയാ, 60 തന്നെ അതിന്റെ വാക്യങ്ങൾ ഞാൻ പറയാം. യെശയ്യാ 1-ാമത്തെ പ്രോമിസ്, യെശയ്യാവ് 60 ആമേൻ 3-ാം വാക്യം വായിക്കാം. നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ പ്രകാശത്തിലേക്കും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും. സഭയോടുള്ള വാഗ്ദത്തം വിശ്വസിക്കണം. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. വായിക്കാം. ഈ തലപൊക്കി ചുറ്റും നോക്കും, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഇന്ന് രാത്രികാലം ഇത് സഭയ്ക്കുള്ള വ്യക്തമായ ദൂരാണ്. തല പൊക്കി ചുറ്റും നോക്കും, അവരെല്ലാവരും നിന്റെ അടുക്കൽ കൂടി വരും. അതിന്റെ അടുത്ത വാക്യം, നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരും. കഴിഞ്ഞ നാളുകളിലെ ആത്മീയ ശൂന്യത മാറ്റുവാൻ യഹോവയുടെ തേജസ് സഭയ്ക്ക് മീതെ വ്യക്തമായി ഉദിച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. ജാതികൾ നിന്റെ വെളിച്ചത്തിലേക്ക് വരും. കാര്യം, യഹോവയുടെ തേജസ് സഭയെ നിന്റെ മേൽ ഉദിച്ചിരിക്കുക. കുടുംബ ജീവിതങ്ങളെ നിങ്ങളുടെ മേൽ അവന്റെ തേജസ് ഉദിച്ചിരിക്കുക. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രവർത്തികൾ ഈ വർഷം പരിശുദ്ധാത്മാവിന് ചെയ്യുവാനുള്ളത് വ്യക്തമായി വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യം, ആമേൻ. യെശയ്യാവ് 60 ആമേൻ, ആമേൻ 10-ാം വാക്യം. ഇത്രയും നാളായിട്ട് ഇടിഞ്ഞു കിടന്ന മതിലുകളെ ആമേൻ പരിശുദ്ധാത്മ വിളിച്ചു അന്യജാതിക്കാരെ കൊണ്ട് ദൈവം പണിയിക്കാൻ പോവുക. ആമേൻ. വായിച്ചോട്ടെ വാക്യം. ആമേൻ. ഞാൻ നിന്നെ അടിച്ചു, എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കഴിഞ്ഞ നാളുകളിലെ നിന്ന നമ്മൾ മറക്കുമാറ് അവന് നമ്മളോട് പ്രീതി തോന്നുമെന്ന് പരിശുദ്ധാത്മാവ് പറയാ. അവൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവന്റെ ക്രോധത്തിൽ പലപ്പോഴും അവൻ നമ്മളെ വേദനിപ്പിച്ചുണ്ടാകും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തു, ഈ വർഷം അവൻ അവന്റെ കരുണ ഉദിപ്പിക്കുന്ന വർഷമാണ്. അവൻ ഈ വർഷം നിന്നോടുള്ള വാഗ്ദത്തങ്ങളെ അവൻ നിറവേറ്റുക തന്നെ ചെയ്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയ. അത് അടുത്ത വാക്യം 60-14. ആമേൻ. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ നാളുകളിൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തിലെ ആമേൻ ആത്മീയ മണ്ഡലമായാലും ഏത് മണ്ഡലത്തിലായാലും നിന്നെ വേദനിപ്പിച്ചവർ പരിശുദ്ധാത്മാവ് ലോകത്തിലെ അന്ധകാരവും കൂരിലിട്ട് മൂടിയാലും ആമേൻ വിശ്വസിക്കുന്ന ദൈവ പൈതലെ നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ വണങ്ങുന്ന ഒരു വർഷം. ഇത് സഭയ്ക്കുള്ള വാഗ്ദത്ത വർഷമാണ്. കഴിഞ്ഞ കാലം നിന്നെ നീ മറക്കുവാൻ യഹോവയുടെ തേജസ് നിശ്ചയമായി നിന്നെ മേൽ ഉദിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം, അതിന്റെ അടുത്ത വാക്യം 15-ാം വാക്യം. ഇത് 5-ാമത്തെ പ്രോമിസാണ്. ആരും കടന്നു പോകാതെ വേണം നീ നിർജ്ജനവും ദ്വേഷവിഷയവുമായി ആരും കടന്നു പോകാതെ വേണം നീ നിർജ്ജനവും ദോഷവിഷയവും ആയിരുന്നതിന് പകരം. ആമേൻ. ചിന്തിച്ചോ? ആത്മമണ്ഡലത്തിൽ തന്നെ ചിന്തിച്ചോ? അതിന് ദൈവം ഈ വർഷം ചെയ്യുവാൻ പോകുന്നത് വിശ്വസിക്കുക. ഞാൻ നിന്നെ നിത്യ ആമേൻ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ബോധ്യപ്പെടുത്തുക. കഴിഞ്ഞ നാളുകളെ ശൂന്യതയെ ദൈവം മാറ്റുക. ആമേൻ. വിശ്വസിക്കുക. ഒരു പ്രോമിസിനെ ആഴമായി ഞാനിത് വിശ്വസിക്കുക. കർത്താവേ, കഴിഞ്ഞ നാളുകളിലെ എന്റെ ശൂന്യതകളെ നിർജ്ജനമായിരുന്നതിനെ ദൈവം ആമേൻ എപ്പേസ് പറഞ്ഞതുപോലെ ആമേൻ മരുഭൂമിയെ അവൻ വരണ്ട നിലവും ആമേൻ അവൻ നിർജ്ജന ഭൂമി അവൻ ആമേൻ അവൻ മലർവാടിയുമാക്കുന്ന ഒരു സ്വർഗം. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാ. അത് അതിന്റെ അടുത്ത 17-ാമത്തെ വാക്യം. ആമേൻ. താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. അടുത്ത വാക്യം. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരുമാക്കും. സമാധാനത്തെ നിനക്ക് എത്ര പേർക്ക് ദൈവം ആ വാഗ്ദത്തം സമാധാനം. ആമേൻ. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് എനിക്കും നിനക്കും സഭയെ തരുന്നത് സമാധാനവും നീതിയുമാ. ഇത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു കർത്താവിനെ ബോധ്യപ്പെടുത്തുക. ആമേൻ. ലോകത്തിൽ എന്ത് തന്നെ സംഭവിച്ചാൽ നിന്റെ ജീവിതത്തിൽ സമാധാനവും നീതി
പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്യുക. അതാർക്കും എടുത്തുകൂടാൻ കഴിയാത്ത വാഗ്ദത്തം. ആമേൻ. രാത്രികാലം ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കുന്ന അടുത്ത വാഗ്ദത്തം. ആമേൻ. അതിന്റെ 8ാമത്തെ വാഗ്ദത്തം. ആമേൻ. യെശയ്യാ 60:19-20 വായിച്ചാട്ടെ. നീ പകൽ നേരത്ത് അതിന്റെ വെളിച്ചം സൂര്യനല്ല. അതിനു മുമ്പേ അതിന്റെ ഒരു വാക്യം മിസ്സായി. 18 വായിച്ചു. ഇനി നിന്റെ അത് 8ാമത്തെ പ്രോമിസ്. അത് 7ാമത്തെ പ്രോമിസ്. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. ഇതൊരു കുടുംബങ്ങളോടുള്ള വ്യക്തമായ വാഗ്ദത്തം, എന്നോടുള്ള വാഗ്ദത്തം. ആമേൻ. നിന്റെ അതിരിനകത്ത് ഇനി ശൂന്യത ഉണ്ടാകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയാം. ഇത് വിശ്വസിക്ക്. ഇത്രയും നാൾ ശത്രു നിന്റെ ജീവിതത്തിൽ അപകരിച്ചത്, കഷ്ടതയുടെ നടുവിൽ നടന്നപ്പോഴും ദൈവം നിന്നെ ജീവിപ്പിച്ചെങ്കിൽ ഇനി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ശൂന്യത ഉണ്ടാകുകയില്ല. ആമേൻ. ഇത് വാഗ്ദത്ത വചനമാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ആമേൻ. അതിനടുത്ത വാക്യം അതിനോട് ചേർന്ന് നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പറയും. ആമേൻ. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പറയും. അടുത്ത പ്രോമിസ് 19-20 വാക്യങ്ങൾ. വെളിച്ചം സൂര്യനല്ല. ആമേൻ. നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിന്റെ നിത്യപ്രകാശം തേജസ്സുമാകുന്നു. ആമേൻ. ഇനി നിനക്ക് സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല ശോഭിക്കാൻ പോകുന്നത്. യഹോവയായ ദൈവം നിനക്ക് നിത്യ തേജസ്സായിരിക്കും. ഇതുവരെ നീ ജീവിതത്തിന്റെ രാത്രി കണ്ടിട്ടുണ്ട്, നീ ജീവിതത്തിന്റെ പകൽ കണ്ടിട്ടുണ്ട്. ആമേൻ. കഠോരമായ ചൂടുകൾ നിനക്ക് കേട്ടിട്ടുണ്ട്. മതി ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തു. ഇനി സൂര്യനും ചന്ദ്രനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് യഹോവ നിന്റെ നിത്യ തേജസ്സാകാൻ പോകുക. ഇത് വിശ്വസിക്കണം. നാളുകളായി നീ അനുഭവിച്ച കഷ്ടതയ്ക്കും നീ അനുഭവിച്ച നിന്ദയ്ക്കും പകരം അവൻ നിന്നെ തേജസ്സായി ഉദിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. 20ാം വാക്യം കൂടെ. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, Yes. നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. ആമേൻ. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കുകയും നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഇത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് സഭയോടുള്ള വാഗ്ദത്തം. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെ ജാതികളെ കൂരിട്ട് മൂടുമ്പോൾ നിന്റെ ദുഃഖകാലം തീർന്നു പോകും. സഭയെ ഇത് വിശ്വസിക്കണം. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല. ഞാൻ പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാരിലൂടെ തന്റെ ജനത്തിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത് ഈ വർഷം യഹോവയുടെ മഹത്വത്തിന്റെ വർഷം. 2 വാക്യങ്ങളോടെ. ആമേൻ. 9-ഉം 10ഉം വാഗ്ദത്തങ്ങൾ. അതിന്റെ 21-ഉം 22-ഉം വാക്യം. 9ാമത്തെ വാഗ്ദത്തം 21-ാം വാക്യം. ആമേൻ. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരും. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കുറ്റം വിധിച്ചവർ പറയും നീ നീതിമാനാ. ആമേൻ. കഴിഞ്ഞ നാളിൽ നിനക്കെതിരെ വിരൽ ചൂണ്ടിയവർ പറയും എന്ത് യോഗ്യത കൊണ്ട് അവൻ ഇവിടെ ഇരിക്കുന്നത്, എന്ത് യോഗ്യതയാണ് നീ നടക്കുന്നത് പറഞ്ഞവർ പറയും നീ നീതിമാനാകുന്നു. ആമേൻ. പലരും അത് കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം ഈ വർഷം അത് ചെയ്യാൻ പോവാ. വായിച്ചോ. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയും ആയിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കും കൈവശമാക്കും. സദാകാലത്തേക്കും സഭയെ ദേശത്തെ കൈവശമാക്കും. ആമേൻ. നടുതലയാക്കും ദൈവം. ആമേൻ. 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 അതിന്റെ മെയിൻ പില്ലറാക്കി ദൈവം നിന്നെ തീർക്കാൻ പോകുക. ആമേൻ. വിശ്വസിക്കുക. ഫിലദൽഫിയയുടെ മെയിൻ പില്ലറാക്കി നമ്മുടെ സഭയെ തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ആമേൻ. അതിനോടനുബന്ധിച്ച് അടുത്ത ലാസ്റ്റ് വാഗ്ദത്തം. ആമേൻ. ഇത് വിശ്വസിക്കുന്നു. ഇത് വ്യക്തമായും ഈ സഭയ്ക്കുള്ള വാഗ്ദത്തമാണ്. 22ാമത്തെ വാക്യം 10ാമത്തെ പ്രോമിസ്. കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയും. ആമേൻ. ചെറിയവൻ മഹാജാതിയും. ചെറിയ ഏറ്റവും ചെറിയ സഭയായ ഈ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു ചെറിയവനായ നീ മഹാജാതിയായി തീർക്കുന്ന വർഷം ഇത് യഹോവയുടെ മഹത്വത്തിന്റെ വർഷം. ആ വാക്യം പൂർണ്ണമായി വായിക്കാം. യഹോവയായ ഞാൻ സമയത്ത് അതിനെ ദീർഘമായി നിവർത്തിക്കും. ശീഘ്രമായി നിവർത്തിക്കും. ശീഘ്രമായി. Immediately it's going to happen. ആമേൻ. നീ അധിക സമയം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട. നാളുകളായി നീ കാത്തിരുന്നു, നാളുകളായി പ്രാർത്ഥിച്ചു, നാളുകളായി ദൈവം നിനക്ക് വേണ്ടി ചെയ്തു. യഹോവയുടെ പരിശുദ്ധാത്മാവ് പറയുന്നു അവൻ നിനക്ക് വേണ്ടി ശീഘ്രമായി ചെയ്യും. ആമേൻ. അവൻ ചെറിയവൻ. അവൻ മഹാദേശത്തെ അവകാശമാക്കുന്ന വലിയ വാഗ്ദത്തം. ആമേൻ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ആമേൻ. പൂർണ്ണതയെ പറ്റി. ആമേൻ. 10 എന്ന ആ വചനത്തിന് ഒത്തിരി ആഴമുണ്ട്. 242 വട്ടം. ആമേൻ. ആമേൻ. പുതിയ നിയമത്തിൽ 10നെ ഉറപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. ആമേൻ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ആമേൻ. എന്റെ സമയം ഇവിടെ തീരുക. ആമേൻ. ആമേൻ. ആഴമേറിയ ദൂത് കടല് പോലെ ആമേൻ ദൈവവചനത്തിലുണ്ട്. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ആമേൻ.
അവൻ ഇതിനോടനുബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 22, 24, 25, 26 വാക്യങ്ങളോടെ ആമേൻ ഈ ദൂതിന്റെ ആഴം അറിയുവാനായി ഒന്ന് വായിക്കാം. ആമേൻ 22, 24. ആമേൻ ഇന്ന് രാത്രികാലം യേശു പറയുവാൻ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ആമേൻ നിന്റെ ജനത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. യേശു പറയുന്ന ഭാഗങ്ങൾ ഇത് നിങ്ങൾ ഇന്ന് രാത്രികാലം ആ വചനങ്ങളൊക്കെ ഇനി നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഒന്നുകൂടെ വായിക്കണം. ആമേൻ ആമേൻ അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ആമേൻ വായിച്ചാട്ടെ 24, 25, 26. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോവാ. ആമേൻ. നീ അറിഞ്ഞിരിക്കുന്നു, നിന്റെ നാമം വിളിച്ചിരിക്കുന്നു, അത് ഇവർക്ക് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഇനി ഞാൻ നിന്റെ മഹത്വത്തിലേക്ക് വരുന്നത് ഇവരറിയുമെന്ന് ആമേൻ പരിശുദ്ധാത്മാവല്ല യേശു തന്നെ നേരിട്ട് പറഞ്ഞ ഭാഗം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക. പിതാവേ, ഈ മഹത്വം നീ എനിക്ക് തന്ന പണ്ടത്തെ മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും നീ എടുക്കണേ എന്ന് പറയുന്നു. ആമേൻ. ഇതിനു ശേഷം യേശു കാൽവറി ക്രൂശിൽ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടിട്ട് ഇന്ന് രാത്രികാലം അന്ധകാരത്തിൽ കടന്ന എന്നെയും നിന്നെയും അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെയും നിങ്ങളെയും അത്ഭുത സ്നേഹത്തിലേക്ക് വിളിച്ചിട്ട് പറയുന്നു. ആമേൻ. ഇതാ എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നാളുകളായി ശത്രു നിന്നോട് പറഞ്ഞു ഇനി നിനക്കൊരു എഴുന്നേൽപ്പില്ല. സഭയെ നാളുകളായി നിന്നെ നോക്കി പറഞ്ഞു ഇനി അവൻ പൊങ്ങി വരത്തില്ല, അവൻ അന്ധകാരത്തിൽ കിടക്കുക, അവനൊരു വെളിച്ചമില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ മാസം പരിശുദ്ധാത്മാവ് ഈ വർഷം വ്യക്തമായി പറയുന്ന യഹോവയുടെ തേജസ് നിന്റെ മേൽ അവൻ ഉദിപ്പിച്ചത് കൊണ്ട് അവൻ അത് കരുണയാൽ അത് സ്നേഹത്താല അവന്റെ സ്നേഹം തീർന്നു പോകാത്തത് കൊണ്ട് ഈ മാസം കഴിഞ്ഞ മാസം പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത അതുകൊണ്ട് ഈ മാസം പരിശുദ്ധാത്മാവ് പറയുന്നു അവന്റെ തേജസ് നിന്റെ മേൽ ഉദിപ്പിച്ചിരിക്കുക. അവൻ ഇന്ന് രാത്രികാലം അടിയനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ കോർഡിനേഷനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. അവൻ നിങ്ങളെ ശൂന്യമാക്കിയവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നീതി കെട്ടവരൊക്കെയും അവൻ വായി പൊത്തുവാൻ പരിശുദ്ധാത്മ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സമാപ്തിക്കാൻ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ദൈവങ്ങളെ താണിരിക്കുന്ന വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ